ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മൾ ഇതിനകത്ത് ഹൗസ് പ്ലോട്ടുകളായിട്ടാണ് ഈ പ്രോപ്പർട്ടി മുന്നേ പരസ്യം ചേരുന്നത് കേട്ടോ. അന്ന് ഈ പ്ലോട്ടുകളെല്ലാം സെയിലായി, അതിനകത്ത് ഇപ്പോൾ വീടുകളായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വീടാണ് ഇന്ന് സെയിലിനുള്ളത്. അന്ന് ഈ പ്ലോട്ടുകൾ പെട്ടെന്ന് തന്നെ സെയിലാവാൻ കാരണം ബജറ്റ് റേറ്റിനുള്ള പ്രോപ്പർട്ടി ആയിരുന്നു. അതുപോലെ തന്നെ ബജറ്റ് റേറ്റിൽ ഇതിൽ ആദ്യത്തെ വീടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്കിന് തൊട്ടടുത്തായിട്ടാണ്. അതായത് MC റോഡിൽ നിന്ന് ഹാപ്പി ലാൻഡിലേക്ക് കയറുന്ന വഴി കുറച്ച് ദൂരം വരുമ്പോൾ ഹാപ്പി ലാൻഡ് ഇടത്തോട്ടാണ്, നമുക്ക് വീണ്ടും നേരെ വരിക. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ കവിയാറ്റ് B.Ed കോളേജ് കാണാൻ സാധിക്കും. അപ്പോൾ ആ കോളേജൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഇത് ടോട്ടലായിട്ട് 5 സെൻറ്റിനകത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കിത് ആ മുൻവശത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇവിടെ തന്നെ നമുക്ക് 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതുപോയിട്ട് ആ മുറ്റവും നമുക്ക് നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു മുറ്റം കിട്ടുന്നുണ്ട്. ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് വീടിന് ചുറ്റുവട്ടവും മുൻവശവും എല്ലാം തന്നെ നീറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതാ ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് കിട്ടും. ഇവിടേക്ക് ആൾക്കാർ ഇരിക്കണമെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം ചെയ്തിട്ടുള്ള പ്ലാവിൻ തടിയിലാണ്. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കോമൺ സ്പേസ് വരുന്നത്. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ദാ ഇവിടെയാണ് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം ദാ ഈ രീതിയിൽ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ബാക്ക് യാർഡ് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ദാ ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ നിലയിൽ തന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ഉണ്ട്. റൂമുകളെല്ലാം അത്യാവശ്യം വലിപ്പമുണ്ട്, ഒരു രീതിയിലുള്ള കൺജഷൻ ഫീൽ ചെയ്തിട്ടില്ല. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ വാഷ് ബേസിനായാലും കമോഡായാലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഡൈനിങ് ഏരിയ ഈ ഭാഗത്തായിട്ട് വരുന്നത്. ഇവിടെ ആയിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോകെ നമുക്ക് ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിംഗ്സ് ആണ്, സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ വലിയൊരു കോമൺ സ്പേസ് വരുന്നുണ്ട്. അവിടെ നിന്ന് 2 ബെഡ്റൂമുകളിലേക്ക് എൻട്രി വരും. താഴത്തെ നിലയിൽ കണ്ട ആ ഒരു സെയിം ലേഔട്ടിലുള്ള ഒരു ബെഡ്റൂം. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം സെയിം ആണ്. ബാത്റൂമിന്റെ ലേഔട്ടും എല്ലാം തന്നെ സിമിലർ ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിന്റെ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വാഷ് ബേസിൻ വന്നിട്ട് അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയയ്ക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതുപോകെ നമുക്കിവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്, ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഓപ്പൺ ടെറസ് വരും. ഇവിടെ നിന്നാണ് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് പൈപ്പ് ഫിറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ഔട്ട് എടുക്കാനുള്ള പോയിന്റുകളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മുൻവശത്തേക്ക് നമുക്ക് നല്ലൊരു ബാൽക്കണി സ്പേസും വരും. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നമുക്ക് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അതായത് വെമ്പായം പെരപ്പങ്കോട് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒത്തിരിയധികം അക്വാട്ടിക് കോംപ്ലക്സുകളുള്ള ലൊക്കേഷനാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഇവിടെ നിറയെ സ്വിമ്മിംഗ് പൂള്, അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകൾ, അങ്ങനെയുള്ള സ്വിമ്മിംഗ് പൂളുകൾ ഒത്തിരിയധികം ഈ ചുറ്റുവട്ടത്തുണ്ട്. തൊട്ടടുത്തായിട്ട് ഹാപ്പി ലാൻഡ്, ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്.